ഭരണഘടന കടമെടുത്ത വ്യവസ്ഥകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇത് 5ാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുന്നുള്ള 4 ക്ലാസ്സുകൾ കൂടി കാണുക. കടമെടുത്ത വ്യവസ്ഥകൾ സാധാരണയായി PSC പരീക്ഷയിൽ ഭരണഘടനയിൽ നിന്ന് തന്നെയുള്ള ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക്കാണ്. ഭരണഘടന തന്നെ ഒരു ഹോട്ട് ടോപ്പിക്കാണ്. ധാരാളം ചോദ്യങ്ങൾ വരുന്നതാണ്. മുൻകാലങ്ങളിൽ ചോദിച്ച 500 ചോദ്യങ്ങൾ 2020 മുതൽ 25 വരെ ചോദിച്ച 500 ചോദ്യങ്ങളിലൂടെ ഭരണഘടന പഠിച്ചെടുക്കലാണ് ഈ പങ്ക്തിയുടെ ലക്ഷ്യം. ഇന്ന് കടമെടുത്ത വ്യവസ്ഥകളാണ്. ഇത് കൂടാതെ ഇതിൻ്റെ വിശദമായ നോട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ നിന്നുള്ള ഒരു എക്സാം അതും കൂടി നിങ്ങൾക്ക് കിട്ടും. എക്സാം ചെയ്യുന്നതിനും വിശദമായ നോട്ട് കിട്ടുന്നതിനും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. മുന്നേ നടന്ന എല്ലാ എക്സാമുകളും നമ്മുടെ ആപ്പിലുണ്ട്. ആപ്പിൻ്റെ ലിങ്കും താഴെ നൽകിയിട്ടുണ്ട്, ടെലിഗ്രാമിൻ്റെ ലിങ്കും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദൻ MV. വിൻഡോജുവിൻ്റെ ഭരണഘടനാ പരമ്പരയിലേക്ക് മാരത്തോണിലേക്ക് സ്വാഗതം. 17 മണിക്കൂറുകൾ കൊണ്ട് 17-18 മണിക്കൂറുകൾ കൊണ്ട് ഭരണഘടന കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മുൻകാലത്തിൽ നടന്ന മുഴുവൻ PSC ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആണിത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്ത്യൻ ഭരണഘടന ഒരു ബാഗ് ഓഫ് ബോറോയിങ് അല്ലെങ്കിൽ ബോറോവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടന എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബോറോവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കടമെടുത്ത ഭരണഘടന എന്ന പേരിലാണ് ഇന്ത്യൻ ഭരണഘടന അറിയപ്പെടുന്നത്. ബാഗ് ഓഫ് ബോറോയിങ്സ് അഥവാ ബോറോവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ കടമെടുത്ത ഭരണഘടന. കാരണം ഒട്ടനവധി രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ലിഖിത ഭരണഘടനയാണ്. ലിഖിത ഭരണഘടന എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ്. ലോകത്തെ ഏറ്റവും ആദ്യത്തെ ഭരണഘടന, ലിഖിത ഭരണഘടന ഏതാണ്? അമേരിക്കയുടെ ഭരണഘടനയാണ്. ലോകത്തെ ഏറ്റവും ചെറിയ ഭരണഘടനയും അമേരിക്കയുടെ ഭരണഘടനയാണ്. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന, അംബേദ്കറാണ് അതിൻ്റെ ശില്പി. അപ്പം അത് ഒന്നെടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ കടമെടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടുള്ളത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ്. ഇപ്രാവശ്യത്തെ 9ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിൽ, കഴിഞ്ഞ തവണ പുതുക്കിയ പുതിയ പാഠപുസ്തകത്തിൽ അതിനെക്കുറിച്ച് ധാരാളം വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമം കൂടിയാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ എന്തെല്ലാമാണ് എടുത്തുള്ളത്? പാർലമെന്ററി ജനാധിപത്യം. പാർലമെന്ററി ജനാധിപത്യം നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിലാണ് എടുത്തിട്ടുള്ളത്. എന്താണ് അതിലൊക്കെ ഉള്ളത്? ഭരണത്തിന്റെ പാർലമെന്ററി രൂപം, ദ്വിമണ്ഡലങ്ങളുടെ നമ്മുടെ പാർലമെന്റിന്റെ രൂപം. എന്നാൽ ദ്വിമണ്ഡലം അവിടെ നല്ല നമുക്ക് പിന്നീട് പറയാം. ഇപ്പം പാർലമെന്ററി ജനാധിപത്യം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ആണെന്നും കൂടി ഇതിനോടൊപ്പം ഓർത്തിരിക്കുക. അവിടെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് മന്ത്രിസഭയ്ക്കുള്ളത്. അവരുടെ പ്രവൃത്തികൾക്ക് അവർ പരസ്പരം ഉത്തരവാദിത്തമുള്ളവരാണ്. രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. പക്ഷെ നിങ്ങൾ ഓർക്കണം, റിപ്പബ്ലിക് എന്നുള്ള ആശയം നമ്മൾ ബ്രിട്ടനിൽ നിന്നല്ല, ബ്രിട്ടൻ റിപ്പബ്ലിക്കുമല്ല, ഇന്ത്യ റിപ്പബ്ലിക്കാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണത്തലവനുള്ള രാഷ്ട്രമാണ് എന്തെന്ന് പറയുന്നത്? റിപ്പബ്ലിക് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ രാഷ്ട്രത്തലവന് അമേരിക്കയിലെ പ്രസിഡന്റിനെ പോലെയല്ല. അമേരിക്കയിൽ ഭരണത്തലവന് വിപുലമായ അധികാരമാണ് പ്രസിഡന്റിന്. പക്ഷെ ഇന്ത്യയിലെ പ്രസിഡന്റിനെ പലപ്പോഴും റബ്ബർ സ്റ്റാമ്പ് നടക്കം വിളിക്കാറുണ്ട് ചിലയിടത്ത്. പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും 1ാം പൗരനാണ്, പക്ഷെ നാമമാത്രമായ അധികാരമാണ്. അപ്പോൾ ഭരണത്തിന് പാർലമെന്ററി രൂപമാണ്, മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരമാണ്. ഓർക്കുക, അത് ബ്രിട്ടനിൽ നിന്നാണ്. ഇപ്പം പാർലമെന്റ്, മന്ത്രിസഭയുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അഥവാ കൂട്ടുത്തരവാദിത്തം, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, ഇതെല്ലാം തന്നെ എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. നിയമവാഴ്ച, റൂൾ ഓഫ് ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ആശയം ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ തന്നെ നിയമത്തിന്റെ ആധിപത്യം അഥവാ നിയമത്തിന്റെ വാഴ്ച. ഈക്വാലിറ്റി ബിഫോർ ലോയും റൂൾ ഓഫ് ലോയും രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളാണ്.
അത് നമുക്ക് പിന്നീട് പറയാം. നിയമവാഴ്ച രണ്ടും ഏറെക്കുറെ സമാനമാണെങ്കിലും അത് തമ്മിൽ വ്യത്യാസമുണ്ട്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുള്ളതും നിയമത്തിൻ്റെ വാഴ്ചയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അത് പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ നിയമവാഴ്ച എന്നുള്ള ആശയം, റൂൾ ഓഫ് ലോ എന്നുള്ള ആശയം ബ്രിട്ടനിൽ നിന്നാണ്. പാർലമെന്റ്, മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം, അത് കൂടാതെ രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം. ഇതെല്ലാം തന്നെ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ നിയമവാഴ്ചയും ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഏക പൗരത്വം നമ്മുടെ ഇതൊരു ഫെഡറൽ ഭരണഘടനയാണ്. എന്താണ് ഫെഡറൽ ഭരണഘടന? ശക്തമായ ഒരു കേന്ദ്രം നമുക്കുണ്ട്, എങ്കിൽ പോലും ആ കേന്ദ്രത്തിൽ മാത്രമല്ല ഒരു ഭരണ സംവിധാനമുള്ളത്, അല്ലെങ്കിൽ ഒരു ഭരണരൂപമുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? ഭരണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അധികാര വിഭജനം നടക്കുന്ന സ്ഥലങ്ങളാണ് ഫെഡറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഏക ഫെഡറൽ അല്ല, ഫെഡറൽ സംവിധാനം നമ്മൾ ബ്രിട്ടനിൽ നിന്നല്ല, അത് വരാൻ പോകുന്നേ ഉള്ളൂ. ഏക പൗരത്വം, ഫെഡറൽ സംവിധാനം ഉണ്ടായിട്ടും ഇന്ത്യയിൽ ഏക പൗരത്വമാണ്. ക്യാബിനറ്റ് സമ്പ്രദായം, നേരത്തെ പറഞ്ഞു മന്ത്രിമാരുടെ കൂട്ടുത്തരവാദിത്വം, അതിൽ നിന്ന് പാർലമെന്റിൽ വരുന്നതാണ് ക്യാബിനറ്റ് സമ്പ്രദായം. ക്യാബിനറ്റ് സമ്പ്രദായവും കൂട്ടുത്തരവാദിത്വവും ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പാർലമെന്റ് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ പാർലമെന്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. പാർലമെന്റിന്റെ തലവൻ, രണ്ട് സഭകളുടെയും തലവൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയാണ്, അല്ലേ? അപ്പോൾ അവിടെ പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാം? പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു ജനാധിപത്യ രാജ്യത്തിലും 3 രൂപങ്ങളുണ്ട്. ഒന്ന് നിയമ നിർമ്മാണ വിഭാഗം, അതാണ് പാർലമെന്റ്. മറ്റൊന്ന് നമുക്കറിയാം നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യറി. മറ്റൊന്ന് എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണം. ഇതിൽ പാർലമെന്റിന്റെ ചുമതല എന്താണെന്ന് ചോദിക്കാറുണ്ട്. നിയമം ഉണ്ടാക്കലാണ്. ആ നിയമത്തിന്റെ വാഴ്ച ഉറപ്പ് വരുത്തുന്ന നിയമവാഴ്ച നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ പാർലമെന്റുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മറ്റേ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം, അതുപോലെ തന്നെ രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം. പാർലമെന്റിനാണ് അവിടെ കൂടുതൽ അധികാരമുള്ളത്, അതിന്റെ തലവനല്ല. രണ്ടാമത്തേത് നമ്മൾ എടുത്തിട്ടുള്ളത് നിയമവാഴ്ചയാണ്, റൂൾ ഓഫ് ലോ. അത് ഓർക്കാൻ എന്തുണ്ടായാൽ മതി? പാർലമെന്റാണ് നിയമം ഉണ്ടാക്കുന്നത്, നിയമം ഉണ്ടാക്കലാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. അപ്പോൾ അവിടെ നിന്ന് നിയമവാഴ്ച. അതുപോലെ പാർലമെന്റ് എടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ ക്യാബിനറ്റ് ഉണ്ട്. ആ ക്യാബിനറ്റ് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം. മറ്റൊന്ന് റിട്ടുകൾ എന്നുള്ള ആശയം നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണഘടനയിലാണ്. എന്താണ് റിട്ടുകൾ എന്ന് പറഞ്ഞാൽ? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് കോടതികളെ സമീപിക്കാം. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ കോടതിയെ സമീപിക്കാം? സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാം. എന്നാൽ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ സമീപിക്കാൻ പറ്റുക. എന്നാൽ മൗലികാവകാശങ്ങൾ കൂടാതെ നിയമാവകാശങ്ങളും കൂടി സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യാം. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് പക്ഷേ സുപ്രീം കോടതിയാണ്. ഹൈക്കോടതിയിലും മൗലികാവകാശങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സമീപിക്കാൻ പറ്റുമെങ്കിലും, പക്ഷേ മൗലികാവകാശങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. അത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണെങ്കിൽ പോലും നമ്മുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ആരെ സമീപിക്കാം? കോടതിയെ സമീപിക്കാം. കോടതിയെ സമീപിച്ചാൽ കോടതി മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുറത്തിറക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ടുകൾ നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്ന്, റിട്ടുകൾ എന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ആ ഉത്തരവുകൾ, റിട്ടുകൾ എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്ന്. അതോർത്തിരിക്കണം. ഹേബിയസ് കോർപ്പസ്, മൻഡമസ്, പ്രൊഹിബിഷൻ, സർട്ടിയോരി, കോ വാറന്റോ എന്നിങ്ങനെ 5 റിട്ടുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. മറ്റ് വ്യവസ്ഥകൾ, പാർലമെന്റ് ആണല്ലോ. നമ്മുടെ പാർലമെന്റിന്റെ രൂപം എന്താണ്? അത് ദ്വിമണ്ഡല സഭയാണ്. പാർലമെന്റിന് ഒരു അധോസഭയുമുണ്ട്, ഉപരിസഭയുമുണ്ട്. ഉപരിസഭ എന്ന് പറയുന്നത് രാജ്യസഭയാണ്.
അധോസഭ, ലോകസഭ. അങ്ങനെയുള്ള പാർലമെന്റിന്റെ ദ്വിമണ്ഡല സംവിധാനം നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അത് ബ്രിട്ടനിൽ നിന്നാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം ബ്രിട്ടനിൽ നിന്നാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നൊരു പദവി ഉണ്ടല്ലോ, ആ പദവി സ്പീക്കർ സംവിധാനം പാർലമെന്റുമായി ബന്ധപ്പെട്ടതാണല്ലോ, പ്രത്യേകിച്ച് ലോക്സഭയുമായി ബന്ധപ്പെട്ടതാണ് സ്പീക്കർ. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, ഫസ്റ്റ് പാസ് ദ പോസ്റ്റ്, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. അപ്പോൾ പാർലമെന്റുമായി ബന്ധപ്പെട്ടതാണ് ഇതെല്ലാം തന്നെ. പാർലമെന്റുമായി ബന്ധപ്പെട്ട ക്യാബിനറ്റ്, മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം. നോക്കൂ, നിയമവാഴ്ച. പാർലമെന്റാണ് നിയമം ഉണ്ടാക്കുന്നത്, അതിന്റെ നിയമവാഴ്ച. പാർലമെന്റ് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാ? യഥാർത്ഥത്തിൽ മൗലികാവകാശങ്ങൾ നമ്മൾ എടുക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അവിടെ നിന്ന് വിട്ടു നിൽക്കുന്ന ഒന്നാണ് ആ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള റിട്ടുകൾ. അത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്ന്. ബാക്കിയെല്ലാം കണക്റ്റഡ് ആണ്. നമുക്കറിയാം മറ്റത് എന്ന് പറയുന്ന അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? റിട്ടുകൾ കഴിഞ്ഞാൽ ദ്വിമണ്ഡല സഭ. അത് പാർലമെന്റിന്റെ ഒരു പ്രത്യേകതയാണ്. ബൈക്യാമറലാണ് നമ്മുടെ പാർലമെന്റ്, ദ്വിമണ്ഡലമാണ്. തെരഞ്ഞെടുപ്പ് സംവിധാനം അത് പാർലമെന്റിലേക്ക് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്, നിയമസഭയിലേക്ക് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അതൊന്ന് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ്, ശ്രദ്ധയിൽ കൊണ്ടുവരിക. സ്പീക്കർ പാർലമെന്റുമായി ബന്ധപ്പെട്ടതാണ്. കേവല ഭൂരിപക്ഷവും നമുക്ക് പാർലമെന്റുമായി ബന്ധപ്പെട്ട് ഓർക്കാം. അപ്പോൾ പാർലമെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് സിമ്പിളായിട്ട് ഓർക്കാം നിയമവാഴ്ച, ക്യാബിനറ്റ്, മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം, അതുപോലെ തന്നെ ദ്വിമണ്ഡല സഭ, സ്പീക്കർ, തെരഞ്ഞെടുപ്പ് സംവിധാനം. ഇതൊക്കെ പാർലമെന്റുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഓർത്തു വെക്കാം. എന്നാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന രണ്ടെണ്ണം, ഒന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും റിട്ടുകളുമാണ്. റിട്ടുകൾ അമേരിക്ക എന്ന് എഴുതാൻ കാരണം പലപ്പോഴും തോന്നാം, കാരണം മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ്. പക്ഷേ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന ഉത്തരവുകൾ 5 എണ്ണമാണ് റിട്ടുകൾ. ആ റിട്ടുകൾ എന്നുള്ള ആശയം നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ്. ഇപ്പൊ ബ്രിട്ടൻ റെഡിയായല്ലോ. അടുത്തത് അമേരിക്കൻ ഭരണഘടന. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ആ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് ആർട്ടിക്കിൾ 32 പ്രകാരം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമുണ്ട്. അതും മൗലികാവകാശം തന്നെയാണ്. ആ ആർട്ടിക്കിൾ 32 പ്രകാരം നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതി അത് സ്വീകരിച്ചേ പറ്റൂ. അങ്ങനെ അതിൽ അന്യായമുണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഈ മൗലികാവകാശങ്ങൾ ലംഘിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാം. ആ ഉത്തരവുകളാണ് റിട്ടുകൾ എന്നറിയപ്പെടുന്നത്. ആ റിട്ടുകൾ പക്ഷേ എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്ന്, റിട്ടുകൾ ബ്രിട്ടനിൽ നിന്ന്. ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, ഇതാണ് അവിടെ നിന്ന് വന്നത്. ആമുഖമുണ്ട് നമുക്ക്. ആമുഖം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. നമ്മുടെ ആമുഖം എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ എന്ന മുദ്രാവാക്യം അത് ആമുഖത്തിലുണ്ട്. അപ്പൊ ആമുഖം ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. ആമുഖമാകട്ടെ ജവഹർലാൽ നെഹ്റുവാണ് ഭരണഘടനയുടെ ആമുഖം എഴുതുന്നത്. ഭരണഘടനയുടെ ആമുഖം ജവഹർലാൽ നെഹ്റു ആമുഖം എഴുതുന്നത് ജവഹർലാൽ നെഹ്റു തന്നെ 1946 നവംബർ 13-ാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗീകരിക്കുകയും പിന്നീട് ഡിസംബർ 23-ന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുകയും ചെയ്ത എന്നാണ്. നവംബർ 13-ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചു 1946-ൽ. 1946-ൽ ഡിസംബർ 23-ന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുകയും ചെയ്ത ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമാകുന്നത്. ആ ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അത് ഭരണഘടനയുടെ ആകെ അന്തസത്ത ഉൾക്കൊള്ളുന്നതായിരിക്കും. ഭരണഘടനയുടെ ലക്ഷ്യം എന്താണ് എന്ന് പറയുന്നത് അത് തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. അവതരിപ്പിച്ചതും ജവഹർലാൽ നെഹ്റുവാണ്. ആമുഖം എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ആ ജനാധിപത്യ ആശയങ്ങളും നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്.
ആ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള റിട്ടുകൾ, കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, റിട്ടുകൾ ബ്രിട്ടനിൽ നിന്നാണ്. എന്നാൽ ആ റിട്ടുകൾക്ക് വേണ്ടി നമുക്ക് സമീപിക്കാവുന്ന നീതിന്യായ വ്യവസ്ഥ, ആ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്ന്, അത് സംരക്ഷിക്കാനുള്ള ഉത്തരവ്, റിട്ടുകൾ എവിടെ നിന്ന്? അത് ബ്രിട്ടനിൽ നിന്ന്. എന്നാൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് നടപ്പിലാക്കുന്ന നീതിന്യായ വ്യവസ്ഥ, സുപ്രീം കോടതി അടക്കമുള്ള നീതിന്യായ വ്യവസ്ഥ, ആ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ ജുഡീഷ്യൽ സ്വാതന്ത്ര്യം, ജുഡീഷ്യൽ റിവ്യൂ, അതായത് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം, വിശദമായി പറയാനുണ്ട്. ആ ജുഡീഷ്യൽ റിവ്യൂയും ജുഡീഷ്യൽ സ്വാതന്ത്ര്യവും, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഏതൊരു ഭരണകൂടത്തിനും 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം. മറ്റൊന്ന് നിയമനിർമ്മാണ വിഭാഗം, പാർലമെന്റ് തുടങ്ങിയ സംസ്ഥാന നിയമസഭകൾ തുടങ്ങിയവ. മൂന്നാമത്തേതാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അതിലെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, അതിൽ തന്നെ ജുഡീഷ്യൽ സ്വാതന്ത്ര്യവും ജുഡീഷ്യൽ റിവ്യൂവും നമ്മൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. എന്നാൽ ഒപ്പം ഓർക്കുക, നിയമവാഴ്ച എന്ന് പറയുന്നത്, റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. മറ്റു വ്യവസ്ഥകൾ, ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഇന്ത്യയാണ്. ആ ഇന്ത്യയുടെ ലിഖിതമായ ഭരണഘടനയുണ്ട്, കീഴ്വഴക്കങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭരണഘടനകളുമുണ്ട്. ഇപ്പം ബ്രിട്ടൻ്റേത് ലിഖിത ഭരണഘടനയല്ല, അത് മുൻകാല കീഴ്വഴക്കങ്ങളും അവിടുത്തെ ഒബ്സർവേഷൻസുമാണ് അവിടുത്തെ കോടതി പ്രധാനമായും പരിഗണിക്കുക. എന്നാൽ ഇന്ത്യയിലെ പരമമായ നിയമം ഈ എഴുതപ്പെട്ട ഭരണഘടനയാണ്. അതിലെ ലിഖിതം എന്നുള്ള ആശയം, എഴുതപ്പെട്ട ഭരണഘടന എന്നുള്ള ആശയം നമ്മൾ സ്വീകരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയാകട്ടെ ഏറ്റവും ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ്. ലോകത്തെ ഏറ്റവും ചെറിയ ഭരണഘടനയും ലിഖിത ഭരണഘടനയോടും അമേരിക്കയുടേതാണ്. രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള സംവിധാനം. അപ്പൊ പാർലമെന്റ് ഓർക്കുമ്പോൾ രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം ബ്രിട്ടനിൽ നിന്നും, എന്നാൽ രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള അധികാരം നമുക്ക് എവിടെ നിന്നുമാണ് ലഭിച്ചത്? ആ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? അത് കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. രാഷ്ട്രപതിയുടെ മാത്രമായ അധികാരം നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ്. വൈസ് പ്രസിഡന്റും ബ്രിട്ടനിൽ നിന്നാണ്. പ്രസിഡന്റ് അല്ലേ? അമേരിക്കയിലെ പ്രസിഡന്റിന് വിപുലമായ അധികാരങ്ങളാണ്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരങ്ങളാണ്. അത് നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. എന്നാൽ വൈസ് പ്രസിഡന്റ് ഇല്ലാത്തപ്പോൾ ആക്ട് ചെയ്യേണ്ട വൈസ് പ്രസിഡന്റ്, അത് നമ്മൾ എടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. സുപ്രീം കോടതി നേരത്തെ പറഞ്ഞു മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ. അപ്പം മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന, പക്ഷേ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറക്കുന്ന ഉത്തരവുകൾ, റിട്ടുകൾ, അത് ബ്രിട്ടനിൽ നിന്ന്. തിരിച്ചിങ്ങോട്ട് വന്നാൽ സുപ്രീം കോടതിയും നമ്മുടെ സ്വതന്ത്ര നീതിന്യായ സംവിധാനവും നമ്മൾ അമേരിക്കയിൽ നിന്നാണ്. അപ്പം അമേരിക്കയിൽ നിന്ന് സുപ്രീം കോടതിയുണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റ് നമ്മൾ ആലോചിക്കരുത്, അമേരിക്കയിൽ പ്രസിഡന്റിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ പോലെയല്ല, ഇന്ത്യയിലെ പ്രസിഡന്റിന് നാമമാത്രമായ അധികാരമാണ് നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ വൈസ് പ്രസിഡന്റ്, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, അതുപോലെ ലിഖിത ഭരണഘടന, ജുഡീഷ്യൽ സ്വാതന്ത്ര്യം, ജുഡീഷ്യൽ റിവ്യൂ, അതുപോലെ ആമുഖം, വി ദ പീപ്പിൾ, നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നുള്ളതല്ല, അതും അമേരിക്കയിൽ നിന്നാണ്. വി ദ പീപ്പിൾ, ആ ഭാഗം, മൗലികാവകാശങ്ങൾ, ഇതെല്ലാം നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് കാനഡയിലെ ഭരണഘടനയിലേക്ക് നോക്കാം. കാനഡയാണ്. ഫെഡറൽ സംവിധാനം നമ്മൾ കാനഡയിൽ നിന്നാണ്. പക്ഷെ ഫെഡറൽ സംവിധാനമാണെങ്കിലും ഏക പൗരത്വം വരാൻ പോകുന്നുണ്ട്. അതെവിടെ നിന്നാണ്? അത് പറയാം. ഫെഡറൽ സംവിധാനം നമ്മൾ എവിടെ നിന്നാണ്? അത് കേന്ദ്ര സംസ്ഥാന അധികാര വികേന്ദ്രീകരണം എന്ന് പറയും. അതായത് രണ്ടും നിയമം നിർമ്മിക്കുന്നവരാണ്. കേന്ദ്ര മന്ത്രിസഭയാകട്ടെ, കേന്ദ്രത്തിലുള്ള പാർലമെന്റ് ആകട്ടെ, സംസ്ഥാനങ്ങളിലുള്ള നിയമസഭയാകട്ടെ, രണ്ടും നിയമങ്ങൾ രൂപപ്പെടുത്തുന്നവയാണ്. ഇപ്പോൾ ഓരോരുത്തരും ഓരോ വിഷയത്തിലും അങ്ങനെ നിയമങ്ങൾ രൂപപ്പെടുത്തിയാൽ പരസ്പരം കോൺട്രഡിക്ടറി ആവും. അതുകൊണ്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞല്ലോ, ആ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലുള്ള ഒരു പ്രൊവിഷൻ ആയിരുന്നു യൂണിയൻ ഏറ്റവും കേന്ദ്രത്തിലുള്ള ആളുകൾ ചെയ്യേണ്ടതും എന്നാൽ പ്രൊവിൻസുകളിലുള്ള ആളുകൾക്ക് ചെയ്യാനുള്ള അധികാരവും. ഈ പ്രൊവിൻസുകൾക്ക് പകരമാണ് ഇന്ന് ഇന്ത്യയിൽ സ്റ്റേറ്റുകളുള്ളത്. അങ്ങനെ സ്റ്റേറ്റുകൾക്ക്
അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് സ്റ്റേറ്റുകൾക്ക് എവിടെയൊക്കെ നിയമം നിർമ്മിക്കാം എന്നുള്ളതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ കേന്ദ്രത്തിന്, യൂണിയന് എവിടെയൊക്കെ എന്ത് നിർമ്മിക്കാം, നിയമം നിർമ്മിക്കാം, ഏതെല്ലാം വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം വിദ്യാഭ്യാസം പോലെയുള്ള ചില രംഗങ്ങളിൽ കേന്ദ്രത്തിനും അതുപോലെ തന്നെ സംസ്ഥാനത്തിനും നിയമം നിർമ്മിക്കാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺകറന്റ് ലിസ്റ്റ്. രണ്ടു പേർക്കും എന്ത് ചെയ്യാം, നിയമം നിർമ്മിക്കാം. ഇപ്പം കേന്ദ്രത്തിന് നിയമം നിർമ്മിക്കാൻ പറ്റാവുന്ന കാര്യമാണ് എന്താണ്, പ്രതിരോധം. പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും സംസ്ഥാനത്തിന് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രതിരോധം യൂണിയൻ ലിസ്റ്റ് അഥവാ കേന്ദ്ര ലിസ്റ്റിലാണ്. എന്നാൽ കെട്ടിട നികുതി അതുപോലുള്ള ചില നികുതികളുണ്ട്, അതിൻ്റെ തീരുമാനം എവിടെ എടുക്കുന്നത്, അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അവ സ്റ്റേറ്റ് ലിസ്റ്റുമുണ്ട്, യൂണിയൻ ലിസ്റ്റുമുണ്ട്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് കേന്ദ്രത്തിന് മാത്രം നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള ലിസ്റ്റ്, അത് യൂണിയൻ ലിസ്റ്റ്. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റ്. രണ്ടു കൂട്ടർക്കും വിദ്യാഭ്യാസം പോലുള്ളതിൽ നിയമം നിർമ്മിക്കാം, അത് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയും. അതിൽ ഫെഡറൽ സംവിധാനം, അതിനെയാണ് ഫെഡറൽ സംവിധാനം, കൃത്യമായ അധികാര വിഭജനം. ആ ഫെഡറൽ സംവിധാനം നമ്മൾ കാനഡയിൽ നിന്നാണ്. ഫെഡറൽ സംവിധാനം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്, കാനഡയിൽ നിന്നാണ്. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കാനഡയിൽ നിന്നല്ല. ഇപ്പൊ ഫെഡറൽ സംവിധാനം, അതുപോലെ തന്നെ അവശിഷ്ടാധികാരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അതിൽ അവശിഷ്ടാധികാരം, പട്ടികയിൽ പരാമർശിക്കാത്ത വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനാണ്. മറ്റേത് യൂണിയൻ ലിസ്റ്റുകൾ. യൂണിയൻ, സംസ്ഥാനത്തിന് തീരുമാനിക്കാൻ പറ്റാവുന്നത് സ്റ്റേറ്റ്, കേന്ദ്രത്തിന് നിയമം നിർമ്മിക്കാൻ പറ്റാവുന്നത് യൂണിയൻ. സംസ്ഥാന ഗവർണർമാരുടെ നിയമനം നമ്മൾ കാനഡയിൽ നിന്നാണ്. സംസ്ഥാന ഗവർണർമാരുടെ നിയമനം നമ്മൾ എവിടുന്നാണ് എടുത്തിട്ടുള്ളത്, കാനഡയിൽ നിന്നാണ്. സോ കാനഡ എന്തെല്ലാമാണ് കാനഡയിൽ നിന്ന് വരുന്നത്, ഒന്ന് ഫെഡറൽ സംവിധാനമാണ്, മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഇതിലൊന്നും പെടാത്ത വിഷയങ്ങൾ വന്നാൽ, പുതിയ വിഷയങ്ങളോ അല്ലെങ്കിൽ പഴത് ഇപ്പോൾ റെഫറൻസിനോ വന്നാൽ അവിടെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്രത്തിനാണ്. അതിനെ റെസിഡ്യുവൽ പവർ അഥവാ അവശിഷ്ടാധികാരം എന്ന് പറയും. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും എന്താണ് നമ്മൾ പഠിച്ചു. സംസ്ഥാന ഗവർണർമാരുടെ നിയമനവും എവിടെ നിന്നാണ്, കാനഡയിൽ നിന്നാണ്, കാനഡയിലെ ഭരണഘടനയിൽ നിന്നാണ്. സുപ്രീം കോടതിക്ക് ഒരു ഉപദേശാധികാരമുണ്ട്. ആ ഉപദേശാധികാരം എവിടെ നിന്നാണ്, കാനഡയിലെ പാർലമെന്റിൽ നിന്നാണ്. ഇപ്പോൾ അതിനൊരു അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഉണ്ട്. രാഷ്ട്രപതിക്ക് നിയമപരമായ വിഷയങ്ങളിൽ ഉപദേശം നൽകാവുന്നതാണ്. വരാനിരിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ ഒരു സംഭവത്തിലെ നിയമോപദേശം വേണമെങ്കിൽ രാഷ്ട്രപതിയോട് ചോദിക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം ഏത് പ്രകാരമാണ്, 143 പ്രകാരമാണ്. പൊതുപ്രാധാന്യമുള്ള നിയമപരമായ പ്രശ്നങ്ങളിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടാം. അതിനുള്ള ആർട്ടിക്കിൾ കൂടി ഓർക്കുക, 143. ഈ അഭിപ്രായം സുപ്രീം കോടതി നൽകണമെന്നത് അദ്ദേഹത്തിന് സ്വീകരിക്കണമെന്നില്ല. ഇനി അങ്ങനെ സുപ്രീം കോടതിയെ ഉപദേശം നൽകിയാലും വേണമെങ്കിൽ എടുത്താൽ മതി രാഷ്ട്രപതിക്ക്. ഇപ്പൊ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയെ എന്ത് ചെയ്യാം, സമീപിക്കാം. സുപ്രീം കോടതിക്ക് അവിടെ രാഷ്ട്രപതിയെ ഉപദേശിക്കാനുള്ള അധികാരമുണ്ട്. അത് 143 പ്രകാരമാണ്, ആർട്ടിക്കിൾ 143 പ്രകാരമാണ്. അപ്പൊ നമ്മൾ ബ്രിട്ടനിൽ നിന്ന് പഠിച്ചു, കാനഡയിൽ നിന്ന് പഠിച്ചു, അതുപോലെ അമേരിക്കയിൽ നിന്നും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദക്ഷിണാഫ്രിക്കയിലെ ഭരണഘടനയാണ്. ദക്ഷിണാഫ്രിക്കയിലെ ഭരണഘടനയിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതിയുടെ നടപടിക്രമം നമ്മൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതിയുടെ നടപടിക്രമം എവിടെ നിന്നാണ്, ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. രാജ്യസഭാ അംഗങ്ങളെ രാഷ്ട്രപതിക്ക് തിരഞ്ഞെടുക്കാം. ആനുപാതിക പ്രാതിനിധ്യം, അതും നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്, ഇതെല്ലാം തന്നെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് വിട്ടുപോയിട്ടുണ്ട്. ഈ രണ്ടെണ്ണമാണ്. ഏതെല്ലാമാണ്, ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്. ഇത് രണ്ടും നമ്മൾ എവിടെ നിന്നാണ്, ദക്ഷിണാഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ്. ഇനി റഷ്യയിലെ ഭരണഘടനയിൽ നിന്ന്. റഷ്യ എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്. അവിടെ അവകാശങ്ങളുമുണ്ട്, അവകാശങ്ങൾക്കൊപ്പം തന്നെ കടമകളുമുണ്ട്. അങ്ങനെ ഓർക്കുക. പൂർണ്ണ സ്വാതന്ത്ര്യമല്ല, പൗരന് ചില കടമകൾ കൂടിയുണ്ട്. അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തു വെച്ചിട്ടുണ്ട്.
അങ്ങനെയുള്ള കടമകളെയാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് വേറെയാണ്. മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ പൗരന്മാർക്കും അവകാശപ്പെട്ട അവകാശങ്ങളാണ്. അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. എന്നാൽ മൗലികാവകാശങ്ങളുടെ ഭാഗമായി കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ടുകൾ, ആ റിട്ടുകൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകൾ കടമെടുത്തിട്ടുള്ളത് നമ്മൾ എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. എന്നാൽ മൗലികാവകാശങ്ങൾ നമ്മൾ അമേരിക്കയിൽ നിന്നാണ്. ഈ മൗലികാവകാശങ്ങളുമായിട്ട് ഒരിക്കലും എന്ത് പോകരുത്, മാറിപ്പോകരുത് മൗലിക കടമകൾ എന്ന് പറയുന്നത്. മൗലിക കടമകൾക്ക് മറ്റൊരു മലയാളം വാക്കാണ് മൗലിക കർത്തവ്യങ്ങൾ. അപ്പൊ ഭരണഘടനയുടെ ഭാഗം 4A എന്തുള്ളത്? ഭാഗം 4A വേറെ ഒന്നുമല്ല മൗലിക കർത്തവ്യങ്ങൾ ഉള്ളത്. അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്, പഴയ USSRൽ നിന്നാണ്. ഭരണഘടനയുടെ ഭാഗം 4A എന്ത് കിടക്കുന്നത്? മൗലിക കടമകൾ, മൗലിക കർത്തവ്യങ്ങൾ കിടക്കുന്നത്. അപ്പൊ ഭാഗം 4 ഏതാ? നിർദ്ദേശക തത്വം. ഭാഗം 3 ഏതാ? ആമുഖം. ഭാഗം 3 മൗലിക അവകാശങ്ങൾ. ഭാഗം 1 ഏതാണ്? ആമുഖം. അപ്പൊ ഭരണഘടനയെ മാനിക്കുകയും അതിൻ്റെ ആദർശങ്ങൾ, സ്ഥാപനങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗാനം എന്നിവയെ ബഹുമാനിക്കുകയും ചെയ്യുക, ഇതൊക്കെ മൗലിക കടമകളിൽപ്പെടും. സ്വാതന്ത്ര്യ സമരത്തെ പ്രചോദിപ്പിച്ച് ഉന്നതമായ ആശയങ്ങളെ പ്രാവർത്തികമാക്കുകയും പിന്തുടരുകയും ചെയ്യുക. ഇന്ത്യയുടെ പരമാധികാര ഐക്യം, സമഗ്രത എന്നിവ ഉയർത്തിപ്പിടിക്കുക. രാജ്യത്തെ പരിരക്ഷിക്കുകയും ദേശീയ സേവനം നൽകുകയും ചെയ്യുക. ഇന്ത്യയിലെ സകല ജനങ്ങൾക്കിടയിലും മത, ഭാഷ, പ്രാദേശിക അല്ലെങ്കിൽ വിഭാഗീയ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഐക്യവും സാഹോദര്യവും പ്രോത്സാഹിപ്പിക്കുക. ഇനി അടുത്തത് അയർലൻഡിലെ ഭരണഘടനയാണ്. അയർലൻഡിലെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ എന്താണ് കടമെടുത്തിട്ടുള്ളത്? അത് പ്രധാനമായും മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. എന്നാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കുറെ അധികം മാർഗനിർദ്ദേശക തത്വങ്ങൾ എടുത്തിട്ടുള്ളത്. അതുകൂടി ഓർക്കണം. അപ്പൊ രാജ്യം ചോദിച്ചാൽ അയർലൻഡാണ്, നിയമം ചോദിച്ചാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടാണ് നിർദ്ദേശക തത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ഭരണഘടനയുടെ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4A മൗലിക കടമകൾ അഥവാ മൗലിക കർത്തവ്യങ്ങൾ. അത് സോവിയറ്റ് റഷ്യയിൽ നിന്നാണെങ്കിൽ ഭാഗം 4 എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അത് അയർലൻഡിൽ നിന്നാണ്. എന്നാൽ ഭാഗം 3 മൗലികാവകാശങ്ങളാണ്. അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. എന്നാൽ മൗലികാവകാശങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിട്ടുള്ള കോടതിയുടെ ഉത്തരവുകൾ അഥവാ റിട്ടുകൾ, ആ റിട്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അടുത്തത് സർക്കാരിന് കർത്തവ്യങ്ങളുണ്ട്. ഇവ നിയമപരമായി നടപ്പാക്കാൻ കഴിയുന്നവയല്ല. നിർദ്ദേശക തത്വങ്ങൾ മൗലികാവകാശങ്ങളെ പോലെയല്ല. ഭാഗം 3 മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാം. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ടത്, നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ നിർബന്ധമായി നടപ്പിലാക്കേണ്ടവയല്ല, ഭാവി കാലത്തിൽ നടപ്പിലാക്കേണ്ടതാണ്. അതാണ് രാജ്യത്തിന് കുറച്ചുകൂടി ഗുണം എന്ന് പറയുന്നതാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പ്രവിശ്യ ഗവർണർമാർക്ക് കൊടുത്തിട്ടുള്ള വകുപ്പായിരുന്നു അത്. ഇങ്ങനെയൊക്കെ ജനങ്ങളോട് പെരുമാറണം എന്നുള്ള രീതിയിൽ. അവിടെ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ വരുന്നത്. ഏതെങ്കിലും രാജ്യത്തിലെ ഭരണത്തിൽ ഇവ അടിസ്ഥാനപരമാണ്. സാമൂഹിക സാമ്പത്തികവുമായ നീതി സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഈ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട്, ലിബറൽ ആശയങ്ങളുണ്ട്, ഗാന്ധിയൻ ആശയങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ ഭാഗം 4A ഭാഗം 4A സോഷ്യലിസ്റ്റ് ഉണ്ട്, ലിബറൽ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെയാണ്? ആ സോഷ്യലിസ്റ്റ് ആശയങ്ങളും ലിബറൽ ആശയങ്ങളും, സാമൂഹിക സാമ്പത്തിക നീതി സ്ഥാപിക്കൽ, ഇതൊക്കെ തന്നെ നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അയർലൻഡിലെ ഭരണഘടനയിൽ നിന്നാണ്. എല്ലാ പൗരന്മാർക്കും ഉപജീവന മാർഗം, സമ്പത്തിന്റെ കേന്ദ്രീകരണം, സമ്പത്തിന്റെ തുല്യമായ വിതരണം, അതാണ് സോഷ്യലിസ്റ്റ് ആശയമാണ്. സ്ത്രീ പുരുഷ വേതന തുല്യത ഉറപ്പാക്കുക, കുട്ടികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നെല്ലാം തന്നെ നിർദ്ദേശക തത്വങ്ങളിലാണ്. ഇനി പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്. ആ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജ് സമ്പ്രദായം നമ്മൾ അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിൽ നിന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം തന്നെ നമ്മൾ അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് സംവിധാനം എന്ന് പൊതുവായി ചോദിച്ചാൽ
ഉടൻ നമ്മൾ എത്തേണ്ടത് ബ്രിട്ടനിലേക്കാണ്. തെരഞ്ഞെടുപ്പ് സംവിധാനം എന്ന് ചോദിച്ചാൽ ബ്രിട്ടനിലേക്കാണ്. എന്നാൽ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് സ്പെസിഫിക് ആയി ചോദിച്ചാൽ നിങ്ങൾ അയർലൻഡിലേക്കാണ്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യും 12 ആളുകളെ. ശാസ്ത്ര കലാ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 12 അംഗങ്ങളെ ലോകസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ആ രാഷ്ട്രപതിക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം, 12 പേരെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം, ആ അധികാരം വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ്. ജർമ്മനിയിലെ ഭരണഘടന. ജർമ്മനിയിലെ ഭരണഘടന ഓർക്കുമ്പോൾ അടിയന്തരാവസ്ഥയെ ഓർക്കണം. അടിയന്തരാവസ്ഥ 3 തരത്തിലുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥ, അതുപോലെ തന്നെ സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഭരണഘടനാ ക്ലാസ് തന്നെ വേറൊന്ന് വ്യക്തമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ 3 നമ്മൾ ജർമ്മനിയിലെ ഭരണഘടനയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കാം എന്ന് പറയുന്നത് അത് വെയ്മർ ഭരണഘടനാ ഭേദഗതിയിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കാം. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് ഏതാണ്? ജർമ്മനിയാണ്. ജർമ്മനി കഴിഞ്ഞാൽ ആസ്ട്രേലിയൻ ഭരണഘടന. നമുക്കറിയാം ആസ്ട്രേലിയൻ ഭരണഘടന എന്ന് പറയുമ്പോൾ ഫെഡറൽ സംവിധാനം. ആ ഫെഡറൽ സംവിധാനം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനം എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? അത് അമേരിക്കയിൽ നിന്നാണ്. ഫെഡറൽ സംവിധാനം നിലനിൽക്കെ തന്നെ ഏക പൗരത്വം എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? മറന്നുപോയോ? ഫെഡറൽ സംവിധാനം നിലനിൽക്കുമ്പോൾ തന്നെ ഏക പൗരത്വം എന്ന് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് അത് എവിടെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അത് പാർലമെന്ററി ജനാധിപത്യം വരുന്നുണ്ട് ബ്രിട്ടന്റെ. അതുപോലെ തന്നെ നിയമവാഴ്ചയുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് ഏക പൗരത്വം. ആ ഏക പൗരത്വം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. എന്നാൽ ന്യൂസിലൻഡിന്റെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ എന്താണ് തെരഞ്ഞെടുത്തത്? അവിടെയും വരുന്നുണ്ടല്ലോ. ന്യൂസിലൻഡിലെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ എന്താണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്? ജർമ്മനിയിലെ ഭരണഘടനയിൽ നിന്ന് അടിയന്തരാവസ്ഥ ആണ് പറയുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ, ഇങ്ങനെ 3 അടിയന്തരാവസ്ഥകളുണ്ട്. അത് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെടും എന്ന് പറയുന്നതും അത് വെയ്മർ ഭരണഘടനയിൽ നിന്നാണ്. അപ്പോ ഇവിടെ അടുത്തത് ആസ്ട്രേലിയയിലെ ഭരണഘടനയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഫെഡറൽ സംവിധാനം. ആ ഫെഡറൽ സംവിധാനം നമ്മൾ എവിടെ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്? ദ്വിമണ്ഡല സഭ, ഫെഡറൽ സംവിധാനം തുടങ്ങിയവ നമ്മൾ എവിടെ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്? ഫെഡറൽ ആയിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. ഇപ്പോഴത്തെ ക്ലാസ്സിനെ വെച്ചിട്ട് ഫെഡറൽ ആയിട്ടും ഏക പൗരത്വം എന്നുള്ളത് നമുക്കറിയാം. ഫെഡറൽ ആയിട്ടും ഏക പൗരത്വം എന്നുള്ളത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. ഇപ്പൊ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും നിയമനിർമ്മാണാധികാരമുള്ള ലിസ്റ്റാണ് എന്തെന്ന് പറയുന്നത്. അത് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് അത് ആസ്ട്രേലിയയിൽ നിന്നാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് 2 കൂടി ചേർന്നതാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അതിന്റെ മുകളിൽ നിയമം ഉണ്ടാക്കാം. എന്നാൽ ഇതുപോലെ തന്നെ 2 കൂടി ചേരുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചാൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത് ആസ്ട്രേലിയൻ ഭരണഘടനയാണ്. വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യവും സ്വതന്ത്ര വ്യാപാരം എന്ന് പറയുന്നതും ആസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ്. അടുത്ത നമുക്ക് ഫ്രാൻസിന്റെ ഭരണഘടന നോക്കാം. ഫ്രാൻസിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം എന്നുള്ളതാണ്. റിപ്പബ്ലിക് എന്നുള്ള ആശയം നമുക്കറിയാം ഫ്രാൻസിലാണ് ആദ്യം വരുന്നത്. അതൊരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനായുള്ള രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യങ്ങളാണ്. അടുത്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി തയ്യാറാക്കിയ ഏറ്റവും വലിയ ആക്ടാണ്. ആ ആക്ടിൽ നിന്നും പല കാര്യങ്ങളും ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ഫെഡറൽ സ്കീം. ഫെഡറൽ സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര സംസ്ഥാനങ്ങളുടെ അധികാര വിഭജനമാണ്. എങ്ങനെയൊക്കെയുള്ള അധികാര വിഭജനമാണ്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. 3 എണ്ണമായിട്ടാണ് നമ്മൾ ഈ അധികാരത്തെ വിഭജിച്ച് ഓരോന്നിലും എന്തിടുക? നമ്മുടെ തൊണ്ട് കടലാസ് ഇടുക. നാളെ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസം ചെയ്ത് കാണേണ്ട കാര്യങ്ങൾ അല്ലേ? അപ്പൊ ആ ഫെഡറൽ സ്കീം എന്ന് പറയുന്നത് നടപ്പിലാക്കിയത്, ഇന്ത്യ ആക്ടിലേക്ക് കൊണ്ടുവന്നത് നമുക്കറിയാം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഗവർണർമാരുടെ ഓഫീസ് അത്
ഓഫീസ് ആൻഡ് ഗവർണർ, അത് ഭരണഘടനയുടെ സംസ്ഥാന ഗവർണറുടെ പദവിയാണ്. അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് മറക്കണ്ട 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. പിന്നെ ജുഡീഷ്യറി ഉണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷൻ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഇപ്പൊ ചോദ്യം വന്നിട്ടുള്ളത്. ലിസ്റ്റുകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3 ലിസ്റ്റുകളുണ്ട്. അതിൽ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും അവിടെ യൂണിയന്റെ കയ്യിലാണ്. കൺകറന്റ് ലിസ്റ്റ് 2 കൂട്ടർക്കും ചില ഉപാധികളോടുകൂടി നിയമം നിർമ്മിക്കാം. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ അന്നത്തെ പ്രവിശ്യകളുടെ ഗവർണർമാർക്ക് കുറെ കൂടി മെച്ചപ്പെട്ട ഭരണത്തിന് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നടത്തിയാൽ മതി എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. ആ നിർദ്ദേശങ്ങൾ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. പിന്നീട് നമ്മുടെ ഭരണഘടനയിൽ അതിൽ നിന്നും കൂടി കടമെടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. PSC കമ്മീഷനുകൾ കൂടാതെ, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം PSC കമ്മീഷൻ കൂടാതെ, അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ കൂടാതെ നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ കടമെടുത്തിട്ടുള്ളത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അപ്പോൾ ഫെഡറൽ സ്കീം, ഗവർണർമാരുടെ ഓഫീസ്, ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, പബ്ലിക് സർവീസ് കമ്മീഷൻ, അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ, ലിസ്റ്റുകൾ, ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇതെല്ലാം തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അതുകൊണ്ട് തന്നെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ നമ്മൾ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കും. അടുത്തത് പ്രധാന മുൻചോദ്യങ്ങളിലേക്ക് പോകാം. ഈ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങൾ. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായതേത്? ഉടൻ പാർലമെന്റിന്റെ മാതാവ് ബ്രിട്ടൻ, അപ്പൊ പാർലമെന്റ് ആണ്. അവിടെ ഒന്നാമത്തേത് പാർലമെന്ററി സമ്പ്രദായം എന്ന് തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് പാർലമെന്ററി സമ്പ്രദായം എന്ന് ചോദിച്ചപ്പോ ശരിയായത് ഏതാണ്? അപ്പൊ ഒന്നുള്ളതൊക്കെ ശരിയാവാം. ഇവിടെ ഒന്നുണ്ട്, ഇവിടെയും ഒന്നുണ്ട്, ഇവിടെ എല്ലാതുമുണ്ട്. പക്ഷേ ഓൺലി 2 and 3 എന്നുള്ളത് പോയി, കാരണം അതിൽ ഒന്നില്ല. അപ്പോൾ അവിടെയായി. മറ്റത് നിയമവാഴ്ച. നമുക്കറിയാം നിയമവാഴ്ചയും ബ്രിട്ടനിൽ നിന്നാണ്. പാർലമെന്റും ബ്രിട്ടനിൽ നിന്നാണ്, നിയമവാഴ്ചയും ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ശരിയായി. ഏതൊക്കെയാണ് ഭരണഘടന കൊണ്ടിട്ടുള്ള ആശയങ്ങൾ ബ്രിട്ടനിൽ എന്ന് പറഞ്ഞാൽ പാർലമെന്ററി സമ്പ്രദായവും നിയമവാഴ്ചയുമുണ്ട്. എന്നാൽ മൗലികാവകാശങ്ങൾ അത് അമേരിക്കയിൽ നിന്നാണ്. അത് സംരക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, ആ ഉത്തരവുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിട്ടുകൾ എന്നാണ് പേരിൽ അറിയപ്പെടുന്നത്. അതും ബ്രിട്ടനിൽ നിന്നാണ്. പക്ഷേ മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ 3 ഒഴികെ വേണം. 3 ഒഴികെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? ആൾ ഓഫ് ദ എബോവ് ഉണ്ട്, സി ഓൺലി 1 and 2 ഉണ്ട്. 3ഉം ശരിയായതുകൊണ്ട് ആൾ ഓഫ് ദ എബോവ് എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഇവിടെ പാർലമെന്ററി സമ്പ്രദായവും നിയമവാഴ്ചയും, ആൾ ഓഫ് ദ എബോവ് പറ്റില്ല, മൗലികാവകാശങ്ങളില്ല. പാർലമെന്ററി സമ്പ്രദായവും നിയമവാഴ്ചയും ബ്രിട്ടനിൽ നിന്നാണ്. ഇപ്പൊ ബ്രിട്ടനിൽ നിന്നുള്ളതിൽ 1ഉം 2ഉം മാത്രമാണ് വരാൻ പാടുള്ളൂ. ഇവിടെ 1ഉം 3ഉമാണ്, ഇവിടെ 2ഉം 3ഉമാണ്, ഇവിടെ 1ഉം 2ഉമാണ്. എല്ലാം എന്നുള്ളത് ശരിയല്ല. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്നുള്ള ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ്? മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്ന്. പക്ഷേ അത് നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് സമീപിക്കേണ്ട കോടതികൾ, മൗലികാവകാശങ്ങൾ ജസ്റ്റിഫയബിൾ ആണ്. നമ്മൾ വരാൻ പോകുന്നു മൗലികാവകാശങ്ങളെ കുറിച്ച് സ്പെഷ്യൽ ക്ലാസ് തന്നെ ഉണ്ട് ഈ പരമ്പരയുടെ ഭാഗമായി. മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ പൗരന് കൊടുക്കേണ്ടതാണ്, സംരക്ഷിക്കേണ്ടതാണ് പൗരന്റെ. എന്നാൽ അതുപോലെയല്ല നിയമാവകാശങ്ങളൊന്നും തന്നെ. ഇപ്പൊ മൗലികാവകാശങ്ങൾ എന്നുള്ള ആശയം, റിട്ടുകൾ എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. എന്നാൽ മൗലികാവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. 6 മൗലികാവകാശങ്ങളാണ് നമുക്കുള്ളത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഭേദഗതിയിലൂടെ അത് സ്വത്തവകാശം എടുത്തു മാറ്റി 6 മൗലികാവകാശങ്ങളാക്കി മാറ്റി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ സോവിയറ്റ് റഷ്യയിലേക്ക് പോകണം നമ്മൾ. മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ സോവിയറ്റ് യൂണിയൻ ആണ്. രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്? അത് രൂപം കൊണ്ടത് നിങ്ങൾക്കറിയാം. നിർദ്ദേശക തത്വങ്ങൾ രൂപം കൊണ്ടത് അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഉറപ്പിക്കുക. അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്? അത് ജർമ്മനിയുടേതാണ്. ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എന്നുള്ള വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിൽ എത്തുന്നത്. സമ്മിശ്രമായിട്ടുള്ള ചില ചോദ്യങ്ങളിലേക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന
കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ ഭരണഘടനയിൽ നിന്നും കടമെടുത്തു. ശരിയാണ്. ഒപ്പം തന്നെ ഓർക്കുക, നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്ന് കൂടി വന്നിട്ടുണ്ട്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒന്ന് ശരിയാണ്. ഒന്ന് ശരിയാണ്. നോക്കുമ്പോൾ ഒന്ന് ഉള്ള എത്ര ഉണ്ട്? ഇവിടെ എല്ലാറ്റിലും ഒന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ പ്രസ്താവന, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തു. 2 ശരിയാണ്. 2 ഇല്ലാത്ത ഓപ്ഷൻ ഇവിടെ ഉണ്ടോ നോക്കുക. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഇല്ല. അപ്പൊ ഡി പോയി. അതുകൊണ്ട് ഇനി എയോ ഡിയോ ബിയോ നമ്മൾ നോക്കിയാൽ മതി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തു. തെറ്റാണ്. മൂന്നാമത്തേത് തെറ്റമാണ്. ഓരോ ഓപ്ഷനിലും എന്ത് വരാൻ പാടില്ല? 3 വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ എ നമുക്ക് തന്നെത്താൻ ഉത്തരമായി കിട്ടും. അപ്പോൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതല്ല സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. അത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്. അവിടെ നിന്ന് കടമെടുത്തതാണ്. നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തു. ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓൺലി 1 and 3 ആണ്. താഴെ തന്നിരിക്കുന്ന ശരിയായ ജോഡി കണ്ടെത്തുക. ഏക പൗരത്വം. ഏക പൗരത്വം എവിടെ നിന്നാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഏക പൗരത്വം ഫെഡറൽ സംവിധാനമായിട്ടും ഏക പൗരത്വം നമ്മൾ കീപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ചോദിച്ചിട്ടുള്ളത് ശരിയായ ജോഡി ആണ്. ശരിയായ ജോഡി എന്ന് പറഞ്ഞാൽ 1-ന് അവിടെ ആ ജോഡി കൊടുത്തിട്ടില്ല. ഞാൻ 1-ന് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. 1ഉം 4ഉമാണ് ശരിയായ ജോഡി. ഏക പൗരത്വം ശരിയായ ജോഡിയാണ്. ഇതൊന്നൊരു ശരിയായ ജോഡി എടുത്താൽ മതി. അപ്പൊ ഏക പൗരത്വം എന്ന് പറയുന്നത് ബ്രിട്ടൻ ശരിയാണ്. അതുകൊണ്ട് 1 ശരിയാണ്. ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയെ നമുക്ക് ഭേദഗതി ചെയ്യാം. നമ്മുടെ ഭരണഘടന പകുതി റിജിഡും പകുതി അയവുള്ളതുമാണ്. ഭരണഘടനയിലെ പല ഭാഗങ്ങളും നമുക്ക് സാധാരണ പ്രൊസീജിയർ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഭേദഗതി ചെയ്യാം. എന്നാൽ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ സങ്കീർണമായ പ്രോസസ്സാണ് എന്നോർക്കുക. പക്ഷെ ഏക പൗരത്വം എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ നമുക്കറിയാം. അടിയന്തരാവസ്ഥ 2 ഭാഗത്തുണ്ട്. ഒന്ന് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് അടിയന്തരാവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ അടിയന്തരാവസ്ഥ എവിടെ നിന്നല്ല? ഓസ്ട്രേലിയയിൽ നിന്നല്ല. നിങ്ങൾ മറുപടി പറയൂ. മൗലിക കടമകൾ. കടമകൾ അഥവാ കർത്തവ്യങ്ങൾ അത് യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റഷ്യയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഉത്തരം പറയാൻ പറ്റും 1ഉം 4ഉം ശരിയാണ്, ബാക്കി 2ഉം തെറ്റാണ്. അതുകൊണ്ട് ഇവിടെ ഉത്തരം 1ഉം 4ഉമാണ്. അടിയന്തരാവസ്ഥ ഓർക്കുമ്പോൾ പൊതുവായ അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്നുമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നത് എവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ്. അത് വെയ്മർ ഭരണഘടന എന്നറിയപ്പെടും. മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന വാക്ക് ഫ്രാൻസിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്നത് അയർലൻഡിൽ നിന്നാണ്. പക്ഷേ നിയമം ചോദിച്ചാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തന്നെയാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതാണ് പിന്നീട് നിർദ്ദേശക തത്വങ്ങളായിട്ട് മാറിയത്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിലോ യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ ഇല്ലാത്ത ചില മേഖലകൾ വരുമല്ലോ എല്ലായ്പ്പോഴും. ചിലപ്പോൾ പുതുതായി കണ്ടുപിടിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ നോട്ടീസ് ചെയ്തില്ല എന്ന് വരാം. അങ്ങനെയുള്ള അധികാരങ്ങളെയാണ് അവശിഷ്ടാധികാരങ്ങൾ എന്ന് പറയുന്നത്. ഈ അവശിഷ്ടാധികാരങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? അവശിഷ്ടാധികാരങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ള സ്ഥലം ഓർക്കുക. എവിടെ നിന്നാണ്? നമുക്കറിയാം, ഇത് പറഞ്ഞു ശരിയായ മാതൃരാജ്യങ്ങൾ അവശിഷ്ടാധികാരം അല്ല, അതാണ് പറയുന്നത് കാനഡയിൽ നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ അമേരിക്കയിൽ നിന്നും, മൗലിക കടമകൾ റഷ്യയിൽ നിന്നുമാണ്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ റെസിഡ്യൂവൽ പവർ എന്ന് പറഞ്ഞാൽ അവശിഷ്ടാധികാരം. മൗലിക കർത്തവ്യങ്ങൾക്ക് മൗലിക കടമകൾ എന്നുകൂടി പേരുണ്ട്. പാർലമെന്റിലെ വ്യവസ്ഥ പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ വ്യവസ്ഥകൾ ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? അത് ബ്രിട്ടനിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസിലെ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം കൂടിയായിരുന്നു അത്. സംയുക്ത സമ്മേളനം എന്നുള്ള ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ്? സംയുക്ത സമ്മേളനം എന്നുള്ള ആശയം പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനം, സെപ്പറേറ്റ് ആയിട്ടാണ് കൂടുക. അതിൽ ലോക്സഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ, രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്?
ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഉപരാഷ്ട്രപതിയാണോ രാഷ്ട്രപതിയാണോ ഒന്ന് കമൻറ്റ് ചെയ്യൂ. സംയുക്ത സമ്മേളനം എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ്? അത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. സോ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഗവർണർ ജനറലിനും പ്രൊവിൻഷ്യൽ ഗവർണർമാർക്കും നൽകിയിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ആശയത്തിന്റെ അടിസ്ഥാനം. ലക്ഷ്യം എന്താണ്? സർക്കാരിന് നിയമനിർമ്മാണത്തിലും ഭരണത്തിലും പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങൾ കൊടുക്കുക. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ വിശേഷണങ്ങൾ എന്തെല്ലാമാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ കാർബൺ കോപ്പി. പ്രധാന സംഭാവനകൾ എന്തെല്ലാമാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് ഫെഡറൽ ഘടന ഒന്നാമത്തെ ഘടകമാണ്. ത്രിതല ലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അവിടെ എന്താണ് ഉണ്ടായിരുന്നത്? ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ, സ്റ്റേറ്റിന് പകരം പ്രൊവിൻസുകളായിരുന്നു. മലബാറൊക്കെ മദ്രാസ് പ്രൊവിൻസിലായിരുന്നു. കൺകറന്റ് ലിസ്റ്റ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള സ്ഥാപനം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. PSCകൾ 1935 ഗവൺമെന്റ് ഓഫ് ആക്ടിൽ നിന്നാണ്. ഫെഡറൽ കോടതികൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് അന്ന് വരെ ബ്രിട്ടീഷ് ഇന്ത്യയിലുണ്ടായിരുന്ന ബർമയെ വേർപിരിക്കുന്നതും. അപ്പോൾ നമ്മൾ പൊതുവായി നമ്മളൊന്ന് പഠിച്ചു. ഇനി ഇതൊന്ന് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്വിസുകൾ ടെലിഗ്രാമിൽ കിട്ടും. അതുപോലെ ഇനിയും ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഭരണഘടന ഉണ്ടായിരിക്കും. ഇതൊരു ഭരണഘടനാ ചലഞ്ചാണ്. നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഉറപ്പിക്കാൻ പറ്റാവുന്നത്. അപ്പോൾ അവസാനം വരെ ക്ലാസ് കണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ ചാനൽ ട്യൂൺ ചെയ്തിരിക്കുക. ഭരണഘടന പോലെ PYQ പോലെ ഒട്ടനവധി പങ്ക്തികൾ ഇതിലുണ്ട്. നമുക്ക് മെല്ലെ പഠിക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടും കിട്ടും, എക്സാമും കിട്ടും.